ഹായ് ഫ്രാൻസ്, അസ്സാം വലൈക്കും. ഇന്ന് ലഞ്ച് ബോക്സ് വീഡിയോ ഇല്ല കേട്ടോ. ഇന്നും കൊല്ലത്ത് സ്ട്രൈക്കാണ്. സ്കൂൾ തുറന്നിട്ട് ഒരു മാസമേ ആയിട്ടുള്ളെങ്കിലും അതിനിടയ്ക്ക് ഇത് എത്രാമത്തെ സ്ട്രൈക്കാണെന്നറിയൂ. കുട്ടികളുടെയൊക്കെ ഒരു ഭാഗ്യമേ. അവർ തന്നെ കിടന്ന് കട്ടയടിക്കേണ്ടിയും വരും. ഞായറാഴ്ച ഒരു സ്പെഷ്യൽ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. താണ്ടെ ഈ നിൽക്കുന്ന സാധനമാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം. ഇനി ഇവരെ പിടിക്കുന്നതിനുള്ള ഓട്ടമാണ് കേട്ടോ. അപ്പോൾ ഈ വലുതിന് ഓടാൻ ഇച്ചിരി പാടായതുകൊണ്ട് ആദ്യം തന്നെ മുബീനത്തെ പിടിച്ചു. പിന്നെ കാര്യം പറഞ്ഞില്ലല്ലോ, ഇവരെ അറുത്ത് കറി വയ്ക്കലാണ് കേട്ടോ ആ സ്പെഷ്യൽ. ഈ രണ്ട് ചെറുതിനെ പിടിക്കാനുള്ള ഓട്ടമാണ് ആ കാണുന്നത്. പിന്നെ മുസമ്മിലിനെ പേടിപ്പിക്കാൻ കൊണ്ടുവന്നതാണ് കേട്ടോ എൻ്റെ അടുത്തോട്ട്. പക്ഷേ അവൻ പേടിച്ചില്ല. അവൻ അങ്ങോട്ട് വേണമെങ്കിൽ കൊത്തു കൊടുക്കും. അങ്ങനെ ബാക്കിയുള്ളതിനെല്ലാം പിടിച്ച് അതിനെല്ലാം കണ്ടിച്ചു. സജീവക്കാക്ക് അത്യാവശ്യമായിട്ടെടുത്ത് പോകേണ്ടതുകൊണ്ട് ഉരിയാൻ ഇക്കായെ ഏൽപ്പിച്ചോട്ടെ. ഇക്കാക്ക് മെനക്കെടാൻ വയ്യാത്തതുകൊണ്ട് അതിനെല്ലാം വാരിപ്പറക്കി സഞ്ചിയിലാക്കി കോഴിക്കടയെ കൊണ്ട് ചെന്ന് വൃത്തിയാക്കി ഇനി കൊണ്ടുവന്നു. പിന്നെ അതിനകത്ത് കണ്ട കുഞ്ഞു മുട്ടകൾ വരെ കിടപ്പുണ്ടായിരുന്നു. എനിക്ക് ഇതൊക്കെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടോ കാണാൻ. പിടിക്കാനും കഴിക്കാനും എല്ലാത്തിനും എനിക്ക് ഇത്തിരി പാടാണ്. ഞാനങ്ങനെ വീട്ടിൽ വളർത്തുന്നതിനെയൊന്നും കഴിക്കാൻ ഇഷ്ടമുള്ള ആളല്ല. പിന്നെ അതിനെ കുക്ക് ചെയ്യുന്ന പരിപാടിയിലോട്ടാണ് കടന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ ആൾ മുബീനത്താണ്. ആൾക്കും ശരിക്കും അറിയില്ല. പിന്നെ യൂട്യൂബും ഒക്കെയാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത്. താറാവിൻ്റെ തന്നെ ഏതോ ഒരു ഇനമാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതൊന്ന് കമൻറ്റ് ഇട്ടേക്കണേ. ആദ്യം തന്നെ പിന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് കേട്ടോ, 1-ാം പാലും 2-ാം പാലുമായിട്ട് അരച്ച് മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളികളെല്ലാം അരിഞ്ഞ് തൊലിച്ച് വെച്ചു. പിന്നെ ഇത് നല്ല വൃത്തിയോണം കഴുകി അതിനകത്ത് പൊടി ഐറ്റംസൊക്കെ ഇടുവാണ് കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മുബീനത്ത് തന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്ന എന്തോ ഒരു സ്പെഷ്യൽ മസാലയൊക്കെ ഇട്ട് പിന്നെ നാരങ്ങാനീരും പിഴിഞ്ഞൊഴിച്ച് അതിനകത്ത് സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ഇതെല്ലാം കൂടി ഒരുമിച്ച് ആ ഇറച്ചിക്കകത്തോട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുവാണ്. പിന്നെ 2-ാം പാലാണ്. 2-ാം പാലും കൂടെ ഒഴിച്ചാണ് മിക്സ് ചെയ്ത് കുക്കറിനകത്ത് വെച്ച് ഫിസിൽ ചെയ്യിപ്പിക്കുന്നത്. എന്തൊരു വേവായിരുന്നെന്നറിയൂ. എത്ര ഫിസിൽ ചെയ്യിപ്പിച്ചെന്ന് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല. അമ്മാതിരി വേവായിരുന്നതിന്. ഇതിൻ്റെ ഇറച്ചി നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലോ വെക്കുന്നത്, അതുകൊണ്ട് അറിയത്തില്ല അതിങ്ങനെ തന്നെ ആണോ എന്ന്. അപ്പോൾ ഇത് കണക്ക് വെച്ചിട്ടുള്ളവർ, എക്സ്പീരിയൻസ് ഉള്ളവരൊന്ന് പറയണേ, ഇതിന് ഇത്രയും വേവൊക്കെ കാണുമോ എന്ന് ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേടാ. ഒരു 7-8 വിസിലൊക്കെ കേട്ട് കാണും കേട്ടോ. കേട്ടതിന് ശേഷം തുറന്ന് നോക്കിയപ്പോഴും വെന്തിട്ടില്ല. പിന്നെ കുറച്ച് കൊച്ചുള്ളി വഴറ്റിയതും 1-ാം പാലുണ്ടല്ലോ തേങ്ങയുടെ, അതുമൊക്കെ ഒഴിച്ച് ഒന്നും കൂടെ വിസിൽ കേൾപ്പിച്ചു. വീണ്ടും കേൾപ്പിച്ച് കാണും ഒരു 10 എണ്ണമൊക്കെ. എന്നിട്ടും പറയത്തക്ക രീതിയിലൊന്നും അങ്ങ് സോഫ്റ്റായിട്ട് വെന്തിട്ടില്ല. പിന്നെ ഞങ്ങളിത് കഴിക്കത്തില്ല, ഞാനും അന്നത്തും ഇത് കഴിക്കത്തില്ല കേട്ടോ. അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി. ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നത് കൊണ്ട് രാവിലെ തന്നെ മുബീനത്ത് അപ്പത്തിനുള്ള മാവൊക്കെ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി എല്ലാവരും താറാവ് കറിയും കൂട്ടി, ഞങ്ങൾ ചമ്മന്തിക്കറിയും കൂട്ടി അപ്പം കഴിച്ചു. താങ്ക് യു.